ഇന്ന് ഒരു ഫ്രൈഡേ ദിവസത്തെ വിശേഷങ്ങളാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും മോൻ്റെ സ്കൂൾ പോക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. വീക്ക്ലി വൺസ് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിലും ഫ്രൈഡേയ്സിലാണ് ചേഞ്ച് ചെയ്യാറ്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ട് പിന്നെ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടി നമ്മൾ ചെറിയൊരു സുഗന്ധം പരത്തുന്നുണ്ട്. അപ്പോൾ പുതപ്പിക്കലും പുകപ്പിക്കലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ ഫ്രൈഡേയ്സ് എന്നും സ്പെഷ്യലാണ്. സൂപ്പറാ, നമുക്കൊരു ഹോട്ടൽ ഇടിഞ്ഞാലോ? അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറയിപ്പിച്ച പോലെ തോന്നുന്നുണ്ടോ? എങ്കിൽ വളരെ ശരിയാണ്, ഞാൻ പറയിപ്പിച്ചത് തന്നെയാണ്. കാരണം ആദ്യം ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾ ഫ്രണ്ട്സുകൾക്കിടയിൽ മാത്രമല്ല, ഞങ്ങളുടെ തീന്മേശയിലും ഇങ്ങനെയുള്ള ബിസിനസ് പ്ലാനുകൾ എപ്പോഴും നടക്കാറുണ്ട്. സമയാനുസൃതം അതിന് മാറ്റം വരുന്നു മാത്രം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അത് ചിലപ്പോൾ ഒരു തട്ടുകടയാവും, ലഞ്ചിന് ഹോട്ടൽ, ഈവനിങ്ങിൽ കഫേ, അങ്ങനെ ബിസിനസ് പ്ലാനുകൾ അങ്ങനെ മാറി മാറി നടക്കും. ജോക്സ് അപ്പാർട്ട്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. വെറും ചിക്കൻ ബിരിയാണി അല്ല, ചിക്കൻ 65 ബിരിയാണി, അല്ലെങ്കിൽ പൊരിച്ച കോയിൻ്റെ ബിരിയാണി. അപ്പോൾ അതിലേക്കുള്ള റൈസ് ഞാൻ ആദ്യം വേവിച്ച് മാറ്റി വെച്ചു. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി മസാല റെഡിയാക്കുന്നുണ്ട്. മസാല തയ്യാറാക്കുമ്പോൾ അധികം സ്പൈസസ് ഒന്നും ആഡ് ചെയ്യലില്ല. കുറച്ച് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഗരം മസാലയും അത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ മസാലയൊക്കെ ഒന്ന് നന്നായി സോഫ്റ്റായിട്ട് വരണം മസാലയൊക്കെ, എങ്കിലേ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ ബിരിയാണി ദമ്മിടാം. ബിരിയാണി ദം ചെയ്യാനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കുറച്ച് ചപ്പും ഗരം മസാലയും ലെയറിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണയായി ഞാൻ ഉള്ളിയൊന്നും ഫ്രൈ ചെയ്തിട്ട് ഇടാറില്ല. ഇന്ന് പിന്നെ കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളി, കാഷ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാം കൊണ്ടും ഒരു ഫ്രൈഡേ ആയി. ഇനി നമുക്ക് കുറച്ചൊന്ന് എസ്തെറ്റിക് ആവും. ഇനി എൻ്റെ കൂട്ടുകാരോടും കുടുംബക്കാരോടും ബിരിയാണിയും പ്രതീക്ഷിച്ച് ഇന്ന് ഇങ്ങോട്ടേക്ക് വരണ്ട. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ആണ്. പിന്നെ കുറച്ച് പേര് വീഡിയോയിൽ യൂസ് ചെയ്ത ഫോണിൻ്റെ എവിടെ നിന്നാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗൂഗിളിൽ ഈ സൈറ്റിൽ കയറിയാൽ മതി.